പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിനെ വിഴിഞ്ഞം കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് ക്ഷണിച്ച് സർക്കാർ. പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് വിവാദമായതിന് പിന്നാലെയാണ് നടപടി. ക്ഷണക്കത്ത് കന്റോൺമെന്റ് ഹൌസിൽ എത്തിച്ചു. വിവരങ്ങളുമായി ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, വിവാദങ്ങൾക്കിടെ പ്രതിപക്ഷ നേതാവിനൊടുവിൽ ക്ഷണം ലഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഘാടക സമിതി യോഗം ചേർന്നിരുന്നുവെങ്കിലും ആരെയൊക്കെ ക്ഷണിക്കണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയിരുന്നു. അതിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കുകയായിരുന്നു. തിരുവനന്തപുരം MP ശശി തരൂരിനെയും ഒപ്പം വിൻസെന്റ് MLA മാത്രമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നത്. എന്നാൽ അത് വലിയ തരത്തിൽ വിവാദമായതിനു തൊട്ട് പിന്നാലെയാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് കന്റോൺമെന്റ് ഹൌസിൽ പ്രത്യേക ദൂതൻ വഴി ക്ഷണക്കത്ത് പ്രതിപക്ഷ നേതാവിന് എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രതിപക്ഷ നേതാവിന് എന്ത് സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ല. താങ്കൾ പങ്കെടുക്കുമല്ലോ എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് കത്ത്. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് കത്ത് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഇതുവരെയും തന്നെ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പൽ എത്തിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു. അന്ന് അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ പങ്കെടുത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം വാചാലനായിരുന്നു. ഇത് ഒരു പക്ഷേ CPM നേതാക്കളെയും മുഖ്യമന്ത്രിയും ചൊടിപ്പിച്ചു കാണാം. അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷ നേതാവിനെ തൽക്കാലം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഉദ്ഘാടന പരിപാടികളിലേക്ക് നീങ്ങാൻ തുടങ്ങിയത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഇതൊരു മന്ത്രിസഭാ വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. മന്ത്രിസഭാ വാർഷികത്തിന്റെ പരിപാടികളിൽ പ്രതിപക്ഷം വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാലാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതെന്നായിരുന്നു. പിന്നീട് അത് വലിയ തരത്തിലെ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. കോവളം MLA ഉൾപ്പെടെയുള്ളവർ പരസ്യമായി രംഗത്തെത്തി ഇതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ എത്തിച്ചിരിക്കുന്നത്.